തന്നാനേ താനേ തരത കൊട്ട് തന്നാനേ. ഓക്കെ ഒന്ന് തുടങ്ങിയാലല്ലേ കൊട്ടാൻ പറ്റുള്ളൂ. തന്നാനേ താനേ തര തന്നാനേ താനേ തന്നാനേ താനേ തര തന്നാനേ താനേ താനേ തര തന്നാനേ താനേ 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 തര തന്നാനേ താനേ തന്നാനേ താനേ തര തന്നാനേ താനേ തന്നാനേ താനേ തര തന്നാനേ താനേ. ഹലോ 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 തന്താനെ 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 നിർത്തിക്കേ നിർത്ത്. എന്താ ഉദ്ദേശം? സോറി, ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ പരിപാടി അല്ല മൈക്കോഫിയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തന്തയ്ക്ക് വിളിക്കുന്ന ആർക്ക് കേൾക്കാനാണ്? ചുമ്മാ ഇങ്ങനെ ഒന്ന് തന്തയ്ക്ക് വിളിക്കാമോ? മനസ്സിലായി അപ്പൊ കുട്ടന് കാര്യം വിളിക്കുന്നത്. അതായത് ഈ കുട്ടികളുടെ നാടൻ പാട്ടിന് കണക്ഷൻ കൊടുക്കാനായിട്ട് വന്ന് നിൽക്കാന്ന് മനസ്സിലായി. അതിനിങ്ങനെ തന്താനെ തന്താനെ വിളിച്ച് തന്തയ്ക്ക് വിളിക്കുന്നത് ഒരു ഓളത്തിന് ഞാൻ ആദ്യം പാടുന്നു, അതിനനുസരിച്ച് ആ ഒഴുക്കിൽ ഇവരങ്ങനെ പാടുന്നു. അപ്പൊ ഞാൻ പറയുന്നു ഇവരെന്ന് പറയുന്നത് വലിയ ആൾക്കാരാണ്. ഓളത്തിന് എന്റെ ഓളത്തിനനുസരിച്ച് നമുക്ക് തോന്നണ്ടേ കിട്ടിയില്ല. അതൊക്കെ ഓളമുള്ളൊരു കൊച്ചാന്ന് മനസ്സിലായി. പക്ഷെ അത് പോരാ, കുറച്ചുകൂടെ നന്നായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇവരുടെ വില കൂടി കളയരുത്. ഇവര് ഭയങ്കര നാഷണലൊക്കെ പോയി ഭയങ്കര അവാർഡൊക്കെ വാങ്ങിയ വലിയ ആൾക്കാരാണ്. ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ അതിലുള്ള എക്സൈറ്റ്മെന്റിലാണ്. അവരുടെ പാട്ട് കേൾക്കാൻ, അവരുടെ പെർഫോമൻസ് കാണാൻ എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ. അപ്പൊ അത് കളയാതെ ഇങ്ങോട്ട് പോരിയാ, ഇവിടെ വരിക. ഞാൻ അങ്ങോട്ട് വരാം. വളരെ നല്ല അടിപൊളിയായിട്ട് ഈ ക്ഷീണം അങ്ങ് മാറ്റി കൊടുക്കണം. ഓക്കെ, ഒന്ന് സാരി താത്തിട്ടോട്ടെ, കണ്ടോട്ടെ, അറ്റ്ലീസ്റ്റ് കോസ്റ്റ്യൂമെങ്കിലും കണ്ടോട്ടെ അവര്. താങ്ക് യു. ദൈവം വാഴണം 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 ദൈവമേ, ദൈവം വാഴണം 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 ദൈവമേ, ദൈവം വാഴണം 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 ദൈവമേ, ദൈവം വാഴണം 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 ദൈവമേ. പുതുമാല കോട്ടേല് പൊന്നു ശ്രീ ഭഗവാൻ പുലരുവാനേഴര നാഴികയാവുമ്പോ ദൈവം വാഴണം 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 ദൈവമേ, ദൈവം വാഴണം 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 ദൈവമേ. ദേവൂത ദേവൂത അല്ല ദേവൂത 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 പോകുന്നത് നല്ല ദേവൂത ദേവൂത നല്ല ദേവൂത 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 പോകുന്നത് നല്ല കണ്ണട്ടും കാണൂല ചെവിയൊട്ടും കേൾക്കൂല കുട്ടണ്ണൻ ദേവൂത ദേവൂത പോകുന്നത് നല്ല കണ്ണട്ടും കാണൂല എന്നാ ചെവിയൊട്ടും കേൾക്കൂല കുട്ടണ്ണൻ ദേവൂത ദേവൂത പോകുന്നത് നല്ല ചൂട്ടും വട്ടിയാലേ നല്ല വെലിക്കള്ളം തന്നെയോ ആടിയുറഞ്ഞാലേ പോരുന്ന ദേവൂത നല്ല ചൂട്ടും വടിയാലേ നല്ല വെലിക്കള്ളം തന്നെയോ ആടിയുറഞ്ഞാലേ പോരുന്ന ദേവൂത നല്ല ദേവൂത ദേവൂത നല്ല ദേവൂത 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 പോരുന്നതാ മേലൂര് കോട്ടേല് ബേക്കറി വാളെ ഓതട്ടിലകോ തറയിലകോ പോരുന്നല്ല മേലൂര് കോട്ടേല് ബേക്കറി വാളെ ഓതട്ടിലകോ തറയിലകോ പോരുന്നല്ല മേലൂര് കോട്ടേല് ബേക്കറി വാളെ ഓതട്ടിലകോ തറയിലകോ പോരുന്നല്ല. Okay, masters, presenting before you Melomaniac Music Win. എങ്ങനെയുണ്ട് എന്റെ പിള്ളേര്?
അയ്യോ ഗംഭീരല്ലേ. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അടിപൊളി. അവിടെ നിന്ന് വരുന്ന എനർജി ഉണ്ടല്ലോ, അതിവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ ആ ഋതമാണെങ്കിലും നിങ്ങളുടെ സിങ്ക്രണൈസേഷൻ ആണെങ്കിലും നിങ്ങളുടെ സിംഗിങ് ആണെങ്കിലും എല്ലാം, അതായത് 10 പേര് നിന്ന് പാടുന്നത് ഒറ്റ ട്രാക്ക് പോലെയാണ് നമുക്ക് ഇവിടെ ചെവി കേട്ടത്. അത്രയ്ക്ക് പ്രോപ്പർ സിങ്ക്രണൈസേഷൻ ആൻഡ് ആ ഋതം ഇങ്ങനെ മാറി മാറി വരുന്നതും, നിങ്ങൾ ഒരു സ്ഥലം പോലും ആ കോർഡിനേഷൻ ഒന്നും, അത് നിങ്ങളുടെ പ്രാക്ടീസ് ആണ്. അത് കാണുമ്പോൾ പറയാം നിങ്ങളുടെ പ്രാക്ടീസ് അത്രയും നിങ്ങൾ, എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ടുള്ള പരിചയം കാണും എല്ലാവർക്കും തമ്മിൽ അല്ലേ. അപ്പൊ അത് ആ ഒരു കണക്ഷൻ ഉണ്ട് നിങ്ങളുടെ സോങ്ങിൽ, അത് കാണുന്നുണ്ട്. യു ആർ വെരി കോൺഫിഡന്റ് എല്ലാം. എല്ലാ മലയാളികളുടെ അഭിമാനങ്ങളാണ് നിങ്ങൾ. അതെ അതെ അതെ. കാരണം കേരളത്തിന് വേണ്ടി സമ്മാനം അടിച്ചോണ്ട് വന്നില്ലേ ഈ പാട്ടിലൂടെ. ഗംഭീരായി. കാരണം നിങ്ങളുടെ ഓരോ കണ്ണു പോലും ഒരുപോലെയാ പോകുന്നത്, നോട്ടവും ചിരിയും. അത്ര എനിക്ക് തോന്നുന്നത് ഒരുപാട് കാലമായി നിങ്ങൾ ഒരുമിച്ച് അല്ലേ പെർഫോം ചെയ്ത് അങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ടീം സെറ്റപ്പ് എന്നൊക്കെ പറയില്ലേ, അതുണ്ട്. കോസ്റ്റ്യൂം ഇത് തന്നെയായിരുന്നോ നിങ്ങളവിടെ പെർഫോം ചെയ്യുമ്പോൾ? നമ്മളുടെ നാഷണൽ ചെയ്തതും ഓരോ പൊസിഷനിലും നമ്മൾ ഓരോ കോസ്റ്റ്യൂമാണ് കൊണ്ടുവന്നത്. അപ്പം നാട്ടിലാണെങ്കിൽ അതിന് പാട്ടിനാണ് കോൺസെൻട്രേഷൻ ചെയ്യുക, കോസ്റ്റ്യൂം എന്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ നാഷണലിലേക്ക് വരുമ്പം അവിടെ കോർഡിനേഷൻ, പിന്നെ സ്റ്റേജ് നിറഞ്ഞു നിൽക്കണം, ആ ഒരു കാഴ്ച ഭംഗിയിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. കേരളത്തിൻ്റെതായ എന്തെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സാണോ നിങ്ങൾ ഇട്ടത്? അതെ, നമ്മള് തെയ്യത്തിന്റെ ഒരു വേറൊരു വെറൈറ്റി ആയിട്ട് ജസ്റ്റ് ഒരു ബ്ലൗസും 2 മുണ്ടും എന്നുള്ള രീതിയിൽ വരുന്ന ഹാഫ് പോർഷൻ നമ്മളെ തെയ്യത്തിന്റെ മുഖവരൊക്കെ വരച്ചിട്ടായിരുന്നു നമ്മൾ കയറിണ്ടായിരുന്നത്. എവിടെ വെച്ചായിരുന്നു മത്സരം? മഹാരാഷ്ട്ര. എത്ര സ്റ്റേജ് കഴിഞ്ഞാണ് നിങ്ങൾ നാഷണൽ ലെവൽ വരെ എത്തുന്നത്? മുനിസിപ്പാലിറ്റി, പിന്നെ ജില്ല, സ്റ്റേറ്റ്, നാഷണൽ. നിങ്ങൾ എല്ലാരും ഒരു മുനിസിപ്പാലിറ്റി? അതെ, നമ്മള് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലുള്ള പെടുന്ന ആൾക്കാരാണ്. കൊയിലാണ്ടി ചേട്ടാ, കൊയിലാണ്ടിക്കാരുടെ ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം എന്ന് വെച്ചാൽ എന്റെ ബാൻഡിലുള്ള എനിക്ക് തോന്നുന്നു 7 പേരടങ്ങുന്ന ബാൻഡിൽ 5 പേരും കൊയിലാണ്ടിക്കാരാണ്. കോഴിക്കോട് കൊയിലാണ്ടി എന്ന് പറഞ്ഞാൽ നിഹാലേട്ടൻ ഫ്ലൂട്ട് വായിക്കുന്നു. അതെ അതെ അതെ. നിഹാലുണ്ട്, ഹരിയുണ്ട്, അബിയുണ്ട്, ജൈവിനുണ്ട്, ഇവരെല്ലാരും കൊയിലാണ്ടിക്കാരാണ്. ഒരാള് വയനാട്. അതെ. അപ്പൊ ഇവരെയും കൂടെ അങ്ങ് ദത്തെടുത്തു? പിന്നെ തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ കേട്ടപ്പോൾ ഞാനിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ കുറെ ഐഡിയാസ് ഇങ്ങനെ പോയി കേട്ടോ. എന്നെങ്കിലും എന്റെ ബാൻഡിൽ ഞാൻ ഫീച്ചർ ചെയ്യാൻ നിങ്ങളെ വിളിക്കും. ചേട്ടാ എന്നാ വേണമെങ്കിൽ ഞാൻ 2-3 പെർഫോമൻസും കൂടെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ. സന്തോഷം. എനിക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. എന്താണോ? ഈ പ്രോഗ്രാമിന്റെ ആദ്യം ഒരു കുട്ടി ഒറ്റയ്ക്ക് വന്ന് നാടൻ പാട്ടെന്നും പറഞ്ഞ് എന്തോ ഒരു സംഭവം ചെയ്തില്ലേ, അതിനെ ഫീച്ചർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ആ കുട്ടി ഒറ്റയ്ക്ക് പാടട്ടെ, അതാണ് നല്ലതെന്ന് എനിക്ക്. ഇല്ല, എടുക്കുന്നില്ല. അത് വന്നാ പൊളി. ഉറപ്പല്ലേ? അതായത് ഈ 10 പേരെടുത്താലും ആ ഒരൊറ്റയാൾ എടുക്കില്ല ഞാൻ. അങ്ങനെയല്ലേ? അത്ര നന്നായിട്ട്. നിങ്ങളൊരു കാര്യം വിചാരിക്കണം, ആ ഒരൊറ്റ വ്യക്തി കാരണമാണ് ബാക്കിയുള്ളത് അടിപൊളി ആയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ആണോ? അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി കൂടെ അങ്ങ് തകർത്ത് നിങ്ങൾ ബാക്കി ടീമിനെയും കൂടെ വിളിച്ച് ഞെട്ടിക്കുവരെ വിളിച്ചോ. la 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 la
പാമ്പണയുന്നമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മുടിയിലലി മുത്തുമല പാമ്പണയമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ നെറ്റിലൊരു നേർവട്ടമായി പാമ്പണയുന്നമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മുടിയിലലി മുത്തുമല പാമ്പണയമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മറിലൊരു മാർവട്ടമായി പാമ്പണയുന്നമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മുടിയിലലി മുത്തുമല പാമ്പണയമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മുക്കിലൊരു മൂക്കുതിയായി പാമ്പണയുന്നമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മുടിയിലലി മുത്തുമല പാമ്പണയമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മുടിയിലലി മുത്തുമല പാമ്പണയുന്നമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മുടിയിലലി മുത്തുമല പാമ്പണയുന്നമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ ആ മുടിയിലലി മുത്തുമല പാമ്പണയുന്നമ്മ നാഗരാജൻ തന്മകളോ നാഗകാളിയമ്മ സൂപ്പർ 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 താങ്ക് യു മാസ്റ്റേഴ്സ്. പൊളി പൊളി. എങ്ങനെയുണ്ട് ഞാൻ കൊണ്ടുവന്ന ആൾക്കാര്? ഫോർ എ ചേഞ്ച് സൂപ്പർ ഇതാണ് നാടൻ പാട്ട്. നിങ്ങൾ കിടിലമായിരുന്നു. ഇവരുടെ ടീമിന്റെ പേര് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. ആ. മെലോ മാനിയാക് മ്യൂസിക് വിൻ. ആരാ ഇത്ര ചെറിയ പേരിട്ടത്? കാറ്റടിച്ച പോലെ തണുത്ത് കുളിർന്നു. പേപ്പറിൽ എഴുതി വെച്ച എന്നെക്കാളും നീളമുണ്ട്. കൂട്ടുകാരികളെ പൊളിയായിരുന്നു. വെറും പൊളിയല്ല, മാരക കാട്ടുപൊളി. ഭയങ്കര യുണീക്ക് ആയിരുന്നു, ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്. നാഷണൽ ഇതിൽ ഫസ്റ്റ് കിട്ടിയ എത്ര ടീം ഉണ്ടായിരുന്നു? 25 ടീമില് ത്രൂ ഔട്ട് ഇന്ത്യ. അതെ, അല്ലേ? ത്രൂ ഔട്ട് ഇന്ത്യ 25 ടീമിൽ ഇന്ത്യയിൽ ഒന്നാമത് കേരളം. 14 വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് 14 വർഷത്തിന് 14 ശേഷം? വർഷത്തിന് ശേഷം കേരളത്തിലേക്ക് ഒന്നാം സ്ഥാനം കൊണ്ടുവന്ന ടീമാണ് ഞങ്ങൾ. ഒരു ഗേൾസ് ബാൻഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മാത്രമേ ആയിരിക്കുമല്ലോ ഉണ്ടാവാ? അവര് നിൽക്കുന്ന എന്ത് അല്ലല്ല, അങ്ങനെ അല്ല. എനിക്ക് അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്. ആണോ നിങ്ങൾ എപ്പോഴും ഓർക്കസ്ട്രേറ്റ് ആണോ എപ്പോഴും എല്ലായിടത്തും പോകുന്നത്? ഇല്ല, അവരില്ല, ഞങ്ങൾ ഹേ മിസ്റ്റർ, നിങ്ങൾ ഞാനത് നിങ്ങളില്ലായിരുന്നു മക്കളെ? നിങ്ങളില്ലായിരുന്നു അവരുടെ കൂടെ? ഫസ്റ്റ് പേർക്ക് ഞങ്ങൾ വേണമെങ്കിൽ തന്നെ പോയിട്ടാ വന്നത്. ഞങ്ങളല്ല, അവര് പോയിട്ടാ വന്നത്. മനസ്സിലായില്ലേ? അതെ. ഇതിലൊരു ടീം ലീഡർ ഉണ്ടാവില്ലേ, അതാരാണ്? അങ്ങനെ ടീം ലീഡിംഗ് ആയിട്ടൊന്നുമില്ല. ഞങ്ങൾ 10 പേരും ലീഡിംഗ് സിംഗേഴ്സ് ആണ്. പുറകെ ഇരിക്കുന്ന ആരോ പറഞ്ഞു ഞാനാ ലീഡർ എന്ന് എന്റെ അടുത്ത്. ഇല്ല, ഞങ്ങൾ 10 പേരും ലീഡർ. ഇല്ല, ആരോ എന്റെ അടുത്ത് പറഞ്ഞു. ഇവ ഈ സൈഡിലാണ് ആരെന്ന് തോന്നുന്നു. എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ഞാനാ ലീഡർ. ബാക്കിയുള്ളവരങ്ങനെ പറയും. ഇതൊക്കെ പറഞ്ഞല്ല, തെയ്യം ചെയ്ത ചേട്ടന്റെ പെർഫോമൻസ് എടുത്തു പറയണ്ട കേട്ടോ. ഗംഭീരായി. അങ്ങയുടെ പേരെന്താണ്? എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്. സന്തോഷ് കരിപ്പൂർ. എവിടെയാണ് വീട്? ഞാൻ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ. അപ്പോൾ എനിക്കും മനസ്സിലാകാൻ എനിക്ക് തോന്നിയത് ഈ ഒരു കലാരൂപത്തിൽ അങ്ങ് അവിടെ ഒരുപാട് വേദികളും അമ്പലങ്ങളിലും ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരാളാണല്ലോ. എത്ര വർഷമായി ഈ ഞാൻ തെയ്യം? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല. അല്ല അല്ല, ഈ തെയ്യം ഫീൽഡിൽ ഇല്ല ആളല്ല. ആ സമുദായത്തിൽപ്പെടുന്ന ആളല്ല. ഞാനൊരു ഡാൻസ് മാസ്റ്ററാണ്, ആഹാ. മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, നാടൻപാട്ട് കലാകാരനും കൂടിയാണ്. അപ്പൊ എന്നെ കൊണ്ട് അങ്ങനെ സംശയം ചോദിപ്പിച്ചപ്പോ തന്നെ അങ്ങ് ചെയ്ത പെർഫോമൻസിന്റെ ഒരു മികവ് എത്രയാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഗംഭീരായിരുന്നു. ഇത് അതുപോലെ എടുത്തു പറയേണ്ട കാര്യമില്ലേ നമ്മുടെ ചേട്ടന്മാര്? അടിപൊളിയായിരുന്നു. തകർത്തുകളാണ് ഞാൻ വരും. നമുക്ക് ഇവരൊക്കെ ഒന്ന് വേഗം പരിചയപ്പെടണ്ടേ? വളരെയധികം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ സിംഗേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. പറഞ്ഞോ, പേര് പറഞ്ഞോ. എൻ്റെ പേര് മിഥുന, ഹൗസ് വൈഫാണ്. മിഥുന. പിന്നെ താൻ എങ്ങനെയാണോ കോമ്പറ്റീഷന് പങ്കെടുക്കുന്നത്? അവിടെ പ്രായപരിധി ഉണ്ട്. 15 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായപരിധി ഉണ്ട്. നിങ്ങൾ എല്ലാരും പല പിന്നെ ഒരു കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണോ? അല്ല, ഞങ്ങൾ എല്ലാവരും കോഴിക്കോട് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന. കൊയിലാണ്ടി. സൂപ്പർ. ശരി, അടുത്ത ആളുടെ പേര് പറഞ്ഞോ. എന്റെ പേര് ശ്രുതി. ഞാൻ ഇപ്പൊ PSC കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷം കേട്ടതില്ല. ഓക്കെ, നെക്സ്റ്റ്. എന്റെ പേര് കാർത്തിക. ഞാൻ ഇപ്പം നഴ്സിംഗിന് പഠിക്കുകയാണ് ഫസ്റ്റ്. നെക്സ്റ്റ്. എന്റെ പേര് അനൈന. ഞാനിപ്പോ TTC കഴിഞ്ഞു. ഇപ്പോ സംസ്കൃതത്തിൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അടുത്തയാള് അനുരത്ന, ടീച്ചറാണ്. ടീച്ചറാണ്. ഏതാ സബ്ജക്ട്? ഏതാ? എന്ത് ടീച്ചറാ? നല്ല ടീച്ചർ കാണാൻ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ആണോ? പക്ഷെ ടീച്ചറിനെ ഇഷ്ടപ്പെട്ടില്ലേ? ടീച്ചർ കൊള്ളാം. ടീച്ചർ കൊള്ളാം. നെക്സ്റ്റ്.
എന്റെ പേര് അനീന, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് പഠിക്കുന്നത്. ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഏറ്റവും യങ്ങസ്റ്റ് പുള്ളിക്കാരി അല്ല നമുക്ക് നോക്കാം. അതെ ഇനി ഒരു സെറ്റ് മൊത്തം പറയാൻ കിടക്കുവാ. എന്റെ പേര് മേഘ്ന, ഞാൻ PG കഴിഞ്ഞു. സൂപ്പർ. എന്റെ പേര് അനാമിക, ഞാൻ ഇവിടെ RLV കോളേജിൽ BA മ്യൂസിക് പഠിക്കാം. അടിപൊളി. കൃഷ്ണേന്ദു, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഡിഗ്രി ഫസ്റ്റ് ഇയർ. എന്റെ പേര് സ്വാതി, ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. മക്കളെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാടാ. നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാലും മതി. ഞങ്ങളുടെ തകില് വായിക്കുന്നത് വിഷ്ണു ചേട്ടൻ, ത്രിശങ്ക് എന്ന ഫേമസ് ബാൻഡിലെ ഒരംഗാണ്. അടിപൊളി. സൂപ്പർ സൂപ്പർ. ചെണ്ട വായിക്കുന്നത് വിഭിഷാദ്. അവർ രണ്ടുപേരും ത്രിശങ്ക് എന്ന് പറഞ്ഞ ബാൻഡിലെ അംഗാണ്. പിന്നെ അലൻ. ഹലോ. അല്ല ഇനി പറയാം, കോമഡി മാസ്റ്റേഴ്സിന്റെ ആളാണ്. ഗിറ്റാർ വായിക്കുന്നത് സുധിൻ ചേട്ടൻ. ആള് ഒരു മാഷാണ്, കോളേജില് പഠിപ്പിക്കുന്ന. ഇത് കീബോർഡ് വായിക്കുന്നത് ഹരിപ്രസാദ്. സൂപ്പർ സൂപ്പർ. ടീമിനെ മൊത്തം നമ്മൾ പരിചയപ്പെട്ടു, സന്തോഷമുണ്ട്. ഒരാളെ കൂടി പരിചയപ്പെടാനുണ്ട്. ഞങ്ങളെ ഈ നിലയിൽ ഇവിടെ എത്തിച്ച ഞങ്ങളെ ഒരു സാരഥി ഉണ്ട്, രാജീവ് സാർ. സാറിനെ ഒന്ന് വേദിയിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് രാജീവൻ. 26 വർഷമായി നാടൻപാട്ട് രംഗത്താണ്. പഴയ തലമുറയിൽപ്പെട്ട കുറെ പാട്ടുകളൊക്കെ ശേഖരിച്ച് ഇവരെ 8ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു വരുന്നതാണ്. എല്ലാ വർഷവും സംസ്ഥാന തലത്തിൽ ഈ സെയിം ടീമിനെ അങ്ങനെ തെരഞ്ഞെടുത്ത കൂട്ടുകാരാണ്. ഇപ്പോൾ ദേശീയ തലത്തിലും 1 സമ്മാനം നേടിയിട്ടുണ്ട്. എൻ്റെ കൂടെ പ്രജീഷ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം അതിന് സുഖമില്ലാത്തതുകൊണ്ട് വരാനാണ്. കൊയിലാണ്ടിയാണ് സ്വദേശി. എല്ലാ ഭാവുകങ്ങളും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു കിഡിലം ഷർട്ടാണ് മാഷിനും പിള്ളേർക്കും കൂടെ ആയിട്ട് ഞങ്ങൾ റെപ്രസെന്റ് ചെയ്ത് തരാണ്. ഇപ്പൊ തൽക്കാലം മാഷിന് നൽകുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി അങ്ങോട്ടും ഗംഭീരമാവട്ടെ യാത്ര, അടിപൊളിയാവട്ടെ.